നിയമലംഘനങ്ങൾ തടയാൻ വിദേശ ഹജ്ജ് കേന്ദ്രങ്ങൾക്ക് ശക്തമായ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. അനധികൃത ഹജ്ജ് പൂർണ്ണമായും തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നടപടി. സന്ദർശക വിസയിലെത്തി അനധികൃതമായി രാജ്യത്ത് തങ്ങി ഹജ്ജ് നിർവഹിക്കുന്നതടക്കം തടയുകയാണ് ലക്ഷ്യം. ഹജ്ജിനിടെയുള്ള നിയമലംഘനങ്ങൾ തടയുക, ഹജ്ജ് മിഷനുകളുടെ പ്രവർത്തനം വ്യവസ്ഥാപിതമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ പുതിയ വ്യവസ്ഥകൾ. സന്ദർശക വിസയിലെത്തി അനധികൃതമായി രാജ്യത്ത് തങ്ങി ഹജ്ജ് നിർവഹിക്കുന്നതടക്കമുള്ള ലംഘനങ്ങൾ വർദ്ധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഹജ്ജ് ഓപ്പറേറ്റർമാരോട് കടുത്ത വ്യവസ്ഥകൾ പാലിക്കാൻ മന്ത്രാലയം ആവശ്യപ്പെടുന്നത്. ഹജ്ജ് തീർത്ഥാടകരുടെ പേരുവിവരങ്ങൾ ഈ ട്രാക്കിൽ രേഖപ്പെടുത്തൽ, നിയമാനുസൃത മാർഗങ്ങളിലൂടെ അല്ലാതെ ഹജ്ജിന് വരുന്നത് തടയൽ തുടങ്ങി നിരവധി വ്യവസ്ഥകൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം. സ്വന്തം രാജ്യത്തു നിന്ന് വരുന്ന മുഴുവൻ തീർത്ഥാടകരുടെയും പൂർണ്ണ ഉത്തരവാദിത്തം അതത് രാജ്യങ്ങളുടെ ഹജ്ജ് മിഷനുകളുടേതായിരിക്കും. തീർത്ഥാടകരുടെ സേവനവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഏർപ്പെടുന്ന കക്ഷികളിൽ നിന്ന് കമ്മീഷനുകൾ നേടുന്നതിനും ഹജ്ജ് ഓഫീസുകൾക്ക് വിലക്കുണ്ട്. പൊതുസുരക്ഷയെ ബാധിക്കുന്ന ഏതൊരു പ്രവൃത്തിയിലും പങ്കാളിത്തം വഹിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് ഗുരുതര നിയമലംഘനമായിരിക്കും. ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന് ഹജ്ജ് മിഷനുകളുടെ അപാകതകൾ ചൂണ്ടിക്കാണിക്കാനും നടപടിയെടുക്കാനും അവകാശമുണ്ടെന്ന് പുതിയ വ്യവസ്ഥകൾ വ്യക്തമാക്കുന്നു. മീഡിയ 1 മക്ക.